നിർമ്മിച്ചിരിക്കുന്നത് ചോർച്ച നിറഞ്ഞ കെട്ടിടം. തോട്ടക്കരയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബ കോടതിയിലെ ഈ ദുരവസ്ഥ പരിഹരിക്കാൻ കോടതിയുടെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനമായി. ഒറ്റപ്പാലം RS റോഡിലെ വാടക കെട്ടിടത്തിലേക്കാണ് മാറ്റുന്നത്. RS റോഡിൽ നേരത്തെ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്കാണ് മാറുന്നത്. മഴ തുടങ്ങിയാൽ കോടതി മുറിയിലും ജീവനക്കാർ ഇരിക്കുന്ന മുറിയിലും വരാന്തകളിലുമെല്ലാം ചോർച്ചയുണ്ട്. പലയിടത്തും ചുമർ കുതിർന്ന് പെയിന്റ് ഇളകിയ അവസ്ഥയിലാണ്. വാടക കെട്ടിടത്തിനുണ്ടായിരുന്ന സ്ഥലപരിമിതിയുടെ അസൗകര്യങ്ങൾക്ക് പുറമെയാണ് ചോർച്ചയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. പലയിടത്തും പാത്രങ്ങൾ വെച്ചാണ് വെള്ളം നിലത്താക്കാതെ നോക്കിയിരുന്നത്. കെട്ടിടത്തിലെ ശുചിമുറികൾ ഉപയോഗിക്കാനും പറ്റാത്തത്ര മോശാവസ്ഥയിലാണ്. വയറിംഗ് കടന്നുപോകുന്ന ചുമരുകളായതിനാൽ ഷോക്കേൽക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ചുമരിൽ സ്പർശിക്കരുതെന്ന മുന്നറിയിപ്പ് എഴുതി ഇവിടെ ഒട്ടിക്കുകയും ചെയ്തിരുന്നു. 2013 ഒറ്റപ്പാലത്ത് കുടുംബ കോടതി ആരംഭിക്കുന്നത്. അന്നു മുതൽ തോട്ടക്കരയിലെ ഈ പഴയ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പാലത്ത് കോടതി സമുച്ചയം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ കണ്ണിയമ്പുറത്തെ സ്ഥലം ഇതിനായി വിട്ടു നൽകാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു. 7 നിലകളിലായാണ് ഒറ്റപ്പാലത്ത് പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കാൻ ധാരണയായിരിക്കുന്നത്. അഡീഷണൽ ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിവയ്ക്ക് പുറമെ കുടുംബ കോടതിയും സമുച്ചയത്തിൽ ഉൾപ്പെടുത്തി ഈ നിർമ്മാണം പൂർത്തിയാക്കും വരെയാണ് പുതിയ വാടക കെട്ടിടത്തിൽ കോടതി തുടരുക.